ഒന്ന് വീതി കുറച്ച് കൊണ്ടുവന്നത് കൂടാതെ കുറേ അശാസ്ത്രീയമായിട്ടുള്ള കുറേ കൺസ്ട്രക്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഈ കൺസ്ട്രക്ഷൻ വന്ന സമയത്ത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ രേഖാമൂലം കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിരുന്നതാണ്. ആ കൺസ്ട്രക്ഷനുമായിട്ട് മുന്നോട്ട് പോകരുത്, മുന്നോട്ട് പോയാൽ ഈ ഏരിയയിൽ ഇതുപോലെ വെള്ള പ്രശ്നം വരും എന്നും പറഞ്ഞ് പരാതി കൊടുത്തതിനെ മറികടന്നിട്ടാണ് അവിടെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഏരിയയിൽ ഇത്രയും വെള്ളം ഇപ്പം നിലനിൽക്കുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്, പക്ഷേ ഇത്രയും മഴയിൽ ഇത്രയും ഒഴുകി പോകുമായിരുന്നു. ഇപ്പം അതിപ്പോൾ ഇത്രയും 10 മണിക്കൂറിന് മേലെയായിട്ടും ഇതേപോലെ തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇവിടുത്തെ ഈ സൈഡിലുള്ള വീടുകളിലെല്ലാം വളരെ മോശമായിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രസകരമായൊരു കാര്യം എന്ന് പറയുന്നത് ഇത് അധ്യക്ഷയുടെ ഇല്ലേ, കളമശ്ശേരി നഗരസഭ അധ്യക്ഷയുടെ വാർഡാണ്. ഈ മതിൽ അങ്ങോട്ട് അധ്യക്ഷയുടെ വാർഡാണ്, വേറൊരു വാർഡാണ് അല്ലേ. അത്രയും പ്രധാനപ്പെട്ട ആളുകളുടെ ചുമതല വഹിക്കുന്ന വാർഡാണ്. അതെ, മന്ത്രിയുടെ മണ്ഡലമാണ്. അതെ 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 പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലമാണിത്. മന്ത്രി വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നില്ലേ? ഇവിടെ റീബിൽഡ് കേരളയിൽ പെടുത്തി ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പദ്ധതി പ്രോസസ്സിലുമാണ്. പക്ഷേ അത് ഡിലേ ആവും തോറും ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എനിക്കൊന്ന് അസോസിയേഷൻ്റെ ചുമതലപ്പെട്ട ആളോട് സംസാരിച്ചപ്പോൾ ഫണ്ടില്ലെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നതെന്ന് പറയുന്നത്. അല്ല, റീബിൽഡ് കേരളയിൽ ഇത് പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നടത്താനായിട്ടൊരു കാലതാമസം വരുന്നു. അത് എത്രയും പെട്ടെന്ന് നടത്തിയാൽ ഇതിനൊരു പരിഹാരമാവും.